സർ, ചായ നന്നായിരിക്കുന്നു. കമ്പനി ഒരു എക്സ്ക്ലൂസീവ് ടീ ഷോപ്പ് തുടങ്ങിയാൽ നല്ല സെയിൽസ് ആയിരിക്കും. എന്താ ആലോചിച്ചാലോ നമുക്ക്? സാറിനോട് എന്തൊക്കെയാടി നീ പറയുന്നേ? സാറ് നമ്മുടെ ആളാടി, എന്തും പറയാം, ഒരു കുഴപ്പമില്ല. സർ, ഇതിന്റെ അവസാനത്തെ പേജിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ആദ്യം ചായ കുടിക്കും, ഉത്തരം പിന്നെ പറഞ്ഞുതരാം. ശ്രീ, നമ്മള് ചായ കുടിച്ചു കഴിഞ്ഞു, ഇനി നീ കുടിക്ക. ഞങ്ങള് പോവാ. ഏയ്, നിങ്ങൾ ഇരിക്കൂ, കുഴപ്പമില്ല. ഏയ് വേണ്ട വേണ്ട. ശരി കൃഷ്ണ, നിങ്ങൾ പോയിക്കോളൂ. വാ ദീപു, പോവാം. ഞാനിവിടെ കിടന്ന് ഉറങ്ങിയാലോ? ഇവിടെ നല്ല കാറ്റ് കിട്ടും. വാടി ഇങ്ങോട്ട്. അവസാനത്തെ പേജിലൊന്നുമില്ലല്ലോ. സർ, അവിടെയല്ല, അതിന് തൊട്ട് മുന്നിലത്തെ പേജില്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ടിക്ക് ചെയ്തിട്ടുണ്ട്. സർ, ഇത് കുടിക്കണം, എന്റെ ഒരു സന്തോഷത്തിന്. നാളത്തെ എക്സാം നന്നായിട്ട് എഴുതാൻ സാറും അല്പം കുടിക്കണം. വേണ്ട, എനിക്ക് വേണ്ട. വേണം പ്ലീസ് സർ. അയ്യോ അയ്യോ, സവാ പൊള്ളിയോ? എന്നാ ഒരു സിപ്പ് കൂടി കുടിക്കാം. ശ്രീ, കൃഷ്ണ, എന്താ വന്നേ? സോറി, ഒരു ടെക്സ്റ്റ് എടുക്കാൻ മറന്നതാ. ശരി ശരി, ചായയോടി നടക്കട്ടെ. താനും എടുക്ക്. സർ, ചിയേഴ്സ്. അല്ല, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നു. ഇത് പരീക്ഷക്കാലം മുഖ്യമല്ല സർ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോ തന്റെ കോളേജ് എക്സാം ആണ് മുഖ്യം, ബാക്കിയൊക്കെ നമുക്ക് പിന്നാലെ ആയിരിക്കും. മാർക്കറ്റിംഗ് സ്റ്റഡീസിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ആണോ? എങ്കിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഒന്നല്ല മൂന്നെണ്ണം. എന്താ സർ, ആ ബുക്ക്
ചെയ്യൂ. ഗുഡ് ഈവനിങ്. ആഹാ, അത് ശരി. അപ്പൊ നീ മണം പിടിച്ച് ഇവിടെ എത്തി അല്ലേ? അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, നിനക്ക് ഉറക്കമൊന്നും ഇല്ലേ രാജാറാം? ഈ ചോദ്യം ഞാൻ തിരിച്ചു ചോദിച്ചാലോ? ആ, എടാ, ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഏതാണെന്നറിയാം? പ്രണയിക്കുന്നവന്റെ സുഹൃത്താകാന്നുള്ളതാ. ഞാനിപ്പോ അത് അനുഭവിച്ചോണ്ടിരിക്കുക. അതിന് താങ്കളെ ഇപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? ഇല്ലല്ലോ, താങ്കളല്ലേ വലിഞ്ഞു കയറി വന്നത്. താങ്കൾ നിന്റെ നീ നേരത്തെ പറഞ്ഞില്ലേ മണം പിടിച്ചെന്ന്? ഇപ്പൊ ഇതാ ക്ഷണിച്ചില്ലെന്നും പറയുന്നു. ജോലി ഒരു കാവൽ നായുടേതാകുമ്പോ ഇത് രണ്ടും വേണ്ടി വരും. യജമാനന് വേണ്ടിയാ ഈ ത്യാഗം. അല്ല, എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുക, ഒരാൾക്കൊരു ചായ ഇട്ട് കൊടുക്കാൻ വേണ്ടി മാത്രം ഇത്രയും ദൂരം വരണോ? ഇത്രയും നാളിനിടയ്ക്ക് ഒരു ദിവസമെങ്കിലും നീ എന്നോട് ചോദിച്ചിട്ടുണ്ടോ, രാജാറാം നീ രാത്രിയൊക്കെ ജോലി ചെയ്യുന്നതല്ലേ, ഒരു ചായ ഇട്ട് തരട്ടെ എന്ന്? പണിയെടുക്കുന്നവനൊന്നും ചായ ഇട്ട് കൊടുക്കില്ല ഈ മുതലാളി. ഏതായാലും നീ ഇപ്പൊ ഒരു റൊമാൻറ്റിക് ഹീറോ കളിക്കുകയല്ലേ? ദേ, ഇവിടെയൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, നമുക്കൊരു തട്ടുകട ഇട്ടാ മതി. പരീക്ഷയ്ക്ക് എല്ലാ ദിവസവും അവർക്ക് ചായ ഇട്ട് കൊടുക്കാം. വൈകുന്നേരം ആകുമ്പോ പോക്കറ്റിൽ 10 കാശും തടയും. പെട്രോൾ അടിച്ച് ദിവസം വരെയും വേണ്ട. എന്തു പറയുന്നു? നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? ആയിക്കോട്ടെ, ഞാൻ എന്തായാലും ക്യാഷ് കൗണ്ടറിലായിരിക്കും. നീ പോയി പൊറോട്ട അടിക്കാൻ പഠിച്ചിട്ട് വാ. പ്രണയത്തിലൊഴിച്ച് വേറെ ഏത് ബിസിനസ്സിലും നമ്മൾ പാർട്ട്നേഴ്സാണ്. ഇപ്പൊ നീ വണ്ടി എടുക്ക്, എനിക്ക് പുറകി ചാരി ഇരുന്നൊരു റൊമാൻറ്റിക് സ്വപ്നം കാണും. ചാവിടി. ഇവൻ ഒരിക്കലും നന്നാവില്ല. മാഡം, ആഹാ, മലക്കറി കിട്ടിയല്ലേ? അയ്യോടാ, 50 രൂപ കൊടുത്തിട്ട് ഇത്രയും തന്നുള്ള ആ മലക്കറിക്കാരി.
അതെ മാഡം, ഇത്രേ തന്നോളൂ. മലക്കറിക്കൊക്കെ ഭയങ്കര വിലയാന്നാ പറഞ്ഞേ. ഓ എന്തോന്ന് വില, ചേട്ടനെ അവര് പറ്റിച്ചു തന്നേ. അടുത്ത പ്രാവശ്യം വാങ്ങുമ്പോ നീരേറ്റ് കോളനിയിലെ സരോജത്തിനാണെന്ന് പറഞ്ഞാ മതി. അവര് നോക്കി കണ്ടു തന്നോളൂ, മനസ്സിലായോ? ഓ ശരി മാഡം. അല്ലേ ഏട്ടാ, ഇത്തിരി മല്ലിയിലേയും കത്തിരിക്കയും വെണ്ടയ്ക്കയും വാങ്ങാൻ പോയതിനാണോ ഇത്രയും സമയം? പോയിട്ട് എന്താ ഇത്ര വൈകാൻ കാരണം? ഇടയ്ക്ക് ജിമ്മിൽ പോയിരുന്നു മാഡം. എന്നും വർക്കൗട്ട് ചെയ്താലേ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. ഓ അത് ശരി. അല്ല, എന്നും ജിമ്മിൽ മാത്രം പോയിട്ട് വല്ല കാര്യമുണ്ടോ ചേട്ടാ? കുടുംബം നോക്കാനും കൂടി പഠിച്ചാലേ ജീവിതം മെയിന്റനൻസ് ചെയ്യാൻ പറ്റും. അതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചന്തയിൽ പോയി മലക്കറിയും മീനും ഒക്കെ വാങ്ങിക്കുന്നത് നല്ലതാ. അതൊക്കെ അവര് നോക്കിക്കോളും സരോജ. നീ ആളെ വിട്ടുപിടി, ആ പാവം പോയിക്കോട്ടെ. ആ അനിയൻ പോയട്ടെ. താങ്ക്സ്. യെസ് സാർ. ലക്ഷണം കണ്ടിട്ട് ഇവർക്കൊക്കെ പെണ്ണ് കിട്ടുമോന്ന് ദൈവത്തിനറിയാം. പെണ്ണ് കാണാൻ വല്ല വീട്ടിലും പോയിട്ടേ അവിടെ ഇങ്ങനെ മസിലും പിടിച്ചിരുന്ന പെൺപിള്ളേർ പേടിച്ചു പോവില്ലേ? അല്ല പിന്നെ പിന്നെ സരോജം, രാവിലെ മോളാകെ ഡള്ളാണല്ലോ. എന്തു പറ്റി? നീ വല്ലതും വഴക്കു പറഞ്ഞ അവളെ? നിങ്ങൾക്ക് എന്താ തലയ്ക്ക് പ്രാന്തായോ? പരീക്ഷയ്ക്ക് പോകുന്ന കൊച്ചിനെ ഞാൻ എങ്ങനെ വഴക്കു പറയും? അതെ, ഇന്ന് അഷ്ടമിയല്ലേ, അതിന്റെ ഒരു വല്ലായ്മയുണ്ട് അവൾക്ക്. ഓഹോ, അത് ഞാൻ ഓർത്തില്ല. ഏതായാലും പരീക്ഷ എഴുതേണ്ട കുട്ടി ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്നാൽ ശരിയാവില്ലല്ലോ. ഞാൻ അവളെ ഒന്ന് ഉഷാറാക്കാൻ നോക്കട്ടെ. ആ മോളെ, എങ്ങനെയുണ്ട്? ഇന്നലെ രാത്രി നല്ലപോലെ പഠിച്ചില്ലേ? ഉറക്കം വന്നില്ലല്ലോ? ഇല്ല അച്ഛാ, നന്നായി പഠിച്ചു. ആ വളരെ ലേറ്റായി ഉറങ്ങിയപ്പോ. ആണോ? ഇടയ്ക്ക് ഉറക്കം വന്നെങ്കിൽ അമ്മയെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ. അമ്മ ചായ ഉണ്ടാക്കി തരുമായിരുന്നല്ലോ. മോളെന്താ അമ്മയെ വിളിക്കാതിരുന്നേ? എന്നിട്ട് ആ പറ്റില് അച്ഛനും കൂടെ ചായ കുടിക്കാനായിരുന്നു ഉദ്ദേശം അല്ലേ? ആ അയ്യോ അച്ഛാ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്നലെ രാത്രി രവി സാർ വന്നിരുന്നു ഞങ്ങളുടെ അടുത്ത്. രവിവർമ്മൻ സാറോ? ആ, അച്ഛൻ ചായയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തെ. ഞാനും കൃഷ്ണയും പഠിക്കുമ്പോ ദീപവും കൂട്ടിനുണ്ടായിരുന്നു അവിടെ. ഇടയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ സാറ് വന്ന് ചായ ഉണ്ടാക്കി തന്നു ഞങ്ങക്ക്. ചായ ഉണ്ടാക്കാനുള്ള എല്ലാ സാധനവും കൊണ്ടാ സാറ് വന്നത്. ഓ പിന്നെ ചായ ഉണ്ടാക്കാനുള്ള സാധനം ചുമന്ന് ഒരു കോടീശ്വരൻ അർദ്ധരാത്രി ചായ ഉണ്ടാക്കി തരാൻ വരുന്നു. ദേ ശ്രീടച്ച, ഇന്നലെ ഇവള് പഠിക്കാതെ അവിടെ ഇരുന്ന് ഉറങ്ങിക്കാണും. ഉറക്കത്തിൽ സ്വപ്നം കണ്ട കാര്യങ്ങളായിരിക്കും ഈ പറയുന്നത്. ഞാനെന്തിനാ അമ്മ ഇങ്ങനെ കള്ളം പറയുന്നേ? സംശയം ഉണ്ടെങ്കിൽ അമ്മ കൃഷ്ണയോട് ചോദിച്ചു നോക്കിയേ. മോളെ, സത്യമാണോ നീ പറയണത്? അതെ അച്ഛാ, അച്ഛനും അമ്മയാണ് സത്യം. എന്നാലും പാതിരാത്രിയില് രവിസാറ് വരിക എന്നൊക്കെ പറഞ്ഞ? അതച്ചാ, അദ്ദേഹം ഇവിടെ സെക്യൂരിറ്റി ഒക്കെ വെച്ചിരിക്കല്ലേ, അവരെ ചെക്ക് ചെയ്യാൻ കൂടി വന്നതായിരിക്കും. അതിന്റെ കൂടെ പരീക്ഷയ്ക്ക് എന്നെ വിഷ് ചെയ്ത് ചായ ഉണ്ടാക്കി തന്നിട്ട് പോയി. സത്യം പറഞ്ഞ സാറിന് ദൈവം അയച്ചതാന്നാ എനിക്ക് തോന്നിയത്. മാർക്കറ്റിംഗിന്റെ പേപ്പറിൽ എനിക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതൊക്കെ സാറ് പറഞ്ഞെന്ന് ക്ലിയർ ചെയ്തിട്ടാ പോയത്. അത് നന്നായി മോളെ. രവി സാർ വന്ന് പഠിപ്പിച്ചു തന്നെങ്കിൽ അത് സാറിന്റെ വലിയ മനസ്സാ. ഇന്നത്തെ പരീക്ഷയ്ക്ക് മോക്ക് 100-ൽ 100 കിട്ടും, നോക്കിക്കോ. കരിക്കോത്തിയമ്മേ, സന്തോഷായി.
സരോജം, ഉം. എന്നാലും ആ പാതിര നേരത്ത് രവി സാറ് ശ്ശേ, ചുമ്മാ ഇരി ശ്രീടച്ചാടെ. ഇന്ന് അഷ്ടമിയാ. ഇങ്ങനെ ഓരോന്ന് കിണ്ടി കിണ്ടി ചോദിച്ച് അവളുടെ ഉള്ള സന്തോഷം കൂടി ഇല്ലാതാക്കണ്ടേ ഇനി. അമ്മേ, ഞാൻ പോവാ. വൈകുന്നേരം കുറച്ച് ലേറ്റ് ആവും. ഉം, ലൈബ്രറി കയറണം. നാളത്തെ പേപ്പറിന് കുറച്ച് റെഫറൻസ് എടുക്കാനുണ്ട്. ഉം. പുതിയ പുസ്തകം വാങ്ങാന്ന് വെച്ചാ വലിയ വിലയാ. ബൈ അമ്മേ, ബൈ അച്ഛാ. കരുകുത്തിയമ്മേ, കാത്തോളണേ. ഇങ്ങനൊരു മനുഷ്യൻ. ഛെ, എന്നാലും സാറാ ചെയ്തത് ശരിയായില്ല. ഒന്നുമില്ലെങ്കിലും അർദ്ധരാത്രിയിൽ ഇങ്ങോട്ട് വരുമ്പോ എന്നെ ഒന്ന് വിളിക്കായിരുന്നു. ഹലോ, എന്താണ് ഇത്ര വലിയ ആലോചന? അല്ല, അവൻ ശ്രീലക്ഷ്മി എന്തിനു മീറ്റ് ചെയ്തെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലാകും. GD അവളെ അപ്രോച്ച് ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവൾക്കുള്ള സെക്യൂരിറ്റി നമ്മൾ കൂട്ടേണ്ടിയിരിക്കുന്നു. വെരി ഗുഡ്, നന്നായിരിക്കുന്നു. ഇവിടെ ഞാൻ നിന്നെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് ചിന്തിക്കുമ്പോ നീ ശ്രീലക്ഷ്മി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ചിന്തിക്കുന്നേ. അതെ, അവൾക്ക് ഓൾറെഡി പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുക നമ്മൾ. ഇനിയെങ്കിലും നീ ഊണിലും ഉറക്കത്തിലുള്ള ശ്രീലക്ഷ്മി മന്ത്രം ഉപേക്ഷിക്കണം, പ്ലീസ്. എക്സ്ക്യൂസ് മീ സർ. സാൻഡ്ര, പ്ലീസ് കം. യെസ് സർ, there's a good news for you. വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് ജാപ്പനീസ് കമ്പനിയുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അവര് കോപ്പറേറ്റ് ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട് സർ. ഓ, സർ, ഈ പേപ്പർ ഒന്ന് സൈൻ ചെയ്താ അവരുമായിട്ടുള്ള മീറ്റിംഗ് നമുക്ക് ഉടനെ ഫിക്സ് ചെയ്യാം. ഗുഡ്. എവിടെ? ദാ. അയ്യോ, എന്തു പറ്റി സർ? കയ്യിൽ ചെറിയൊരു ഉടുക്ക്. ഇതിപ്പോ ഇടക്കിടക്ക് ഇങ്ങനെയാ. അയ്യോ സാർ, കൈക്ക് ചെറിയ എക്സസൈസ് ചെയ്താൽ മതി. എണ്ണയും തൈലൊന്നും ഇടണമെന്നില്ല. അതെ, ഞാൻ വ്യായാമം ചെയ്തിട്ട് കുറച്ച് ദിവസമായി. നമ്മുടെ രാജാറാം സാറിന്റെ പുതിയ ഭരണപരിഷ്കാരത്തിൽ എക്സസൈസ് എല്ലാം സ്റ്റോപ്പായി. നാളെ തുടങ്ങി മിനിമം ജോഗിംഗ് എങ്കിലും തുടങ്ങിയേ പറ്റൂ. യു ക്യാൻ ഓൾസോ ജോയിൻ വിത്ത് us. ഇതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. എന്താ സാൻഡ്ര, നമുക്ക് രാവിലെ ഒരു ഓട്ടപ്പന്തയം നടത്തിയാലോ? എന്തു പറയുന്നു? ഐ ആം റെഡി സർ, എവർ റെഡി. ഓക്കേ. ഓ മൈ ഗോഡ്, അത് മറന്നു. എവിടെയായി പോകുന്നേ? ചുമ്മാ വെറുതെ ഈ കൈക്ക് ബലം കിട്ടാൻ കുറച്ചു നേരം വളയം പിടിച്ച് കളിക്കാൻ പോവാം. നിന്റെ സേവനം ആവശ്യമില്ല. താങ്ക്സ്.
പോകുന്നതിന് മുന്നേ ഇറങ്ങിയത്? എന്താ എത്ര ധൃതി? ധൃതിയൊന്നുമില്ല. ഇന്ന് ദേവുവിന്റെ ഹാപ്പി ബർത്ത്ഡേയാ. അവള് കോവിലിൽ പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ കൂടെ കേറിയിട്ട് നിന്നെ കാത്തു നിൽക്കാന്ന് കരുതി. ആഹാ, ഹാപ്പി ബർത്ത്ഡേ ദേവു. താങ്ക് യു ചേച്ചി. എന്നാ പിന്നെ നിങ്ങൾ പൊയ്ക്കോ, എന്റെ കൂടെ നിന്ന് താമസിക്കണ്ട. അതെ, ഹാപ്പി ബർത്ത്ഡേക്ക് ട്രീറ്റ് വേണം കേട്ടോ. ഏറ്റു. നിക്ക്, പരീക്ഷ നടക്കുകയാണല്ലേ? അതെ, മനസ്സിലായി. കടലാസിൽ എഴുതുന്ന പരീക്ഷകളെക്കാളും വലിയ പരീക്ഷകൾ നീ ജീവിതത്തിൽ നേരിടാൻ പോകുന്നുണ്ട് മകളെ. അത്ഭുതങ്ങൾ മാത്രമല്ല, അപകടങ്ങളും കൂടെയുണ്ടാവും.